Hi all, magic morning. Magic morning. Magic morning. Morning all. പ്രവീണ മാം ഇവിടെ റെഡി ആയി നിൽക്കാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കോൾ ചെയ്ത് മുന്നോട്ട് വരൂ. ഓക്കെ, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യണേ. എനിക്ക് മണി സാറേയും നിതിറ മാം അതുപോലെ തന്നെ പ്രവീണ മാമിനെ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പ്രീത മാം, ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. സോ നിങ്ങൾ ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യുക. അപ്പോ ഇന്ന് മൺഡേ ആണ്, ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രവീണ മാമിന്റെ സെഷനോട് കൂടെയാണ് അല്ലെ? മാമിന്റെ ടോപ്പിക് ഐ നോ ബെറ്റർ സിൻഡ്രം. അപ്പം ഇതിനെ കുറിച്ച് മാമിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതായത് നമ്മുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. Thank you, Mukita. Thank you so much. Okay, thank you, Sheila. Ma'am, thank you all. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഐ നോ ബെറ്റർ സിൻഡ്രോം. ഓക്കെ, ഇത് എല്ലാവർക്കും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും നമുക്കിത് ഉണ്ടോന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു ഷെയറിങ്, ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ ഷെയർ ചെയ്യുക. ഒരു സൈമന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഐ നോ സിൻഡ്രോമിന് മറ്റൊരു പേര് സൈക്കോളജിയിലുണ്ട്, ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പൊ എന്താണ് ഈ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഐ നോ സിൻഡ്രോം എന്ന് ചോദിച്ചാൽ, ഈ സൈമന്റെ ഒരു പക്ഷേ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഐ നോ ബെറ്റർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും, ഇത് എന്തോ എന്നെ ടാർഗറ്റ് ചെയ്ത് തന്നെയുള്ള ഒരു സാധനം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്തൊരു സാധനം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു കീ ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നമ്മൾ വളരെ ബെറ്റർ ആണെന്ന് നമുക്ക് വളരെ നന്നായിട്ട്, ചിലപ്പോൾ നന്നായിട്ട് ഒരു ടീച്ചിങ്ങിലായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് ഒരു സ്പീക്കർ ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു റീഡിങ് കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിൽ നല്ലൊരു കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കാം. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കറിയാം. ആ ഏരിയയെ കുറിച്ച് ചിന്തിക്കാനാണ് ഈ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പൊ സൈമൺ എന്തൊക്കെയാണ് ചെയ്തത് നോക്കാം. സൈമൺ ഇപ്പൊ വയസ്സ് 53. അപ്പൊ സൈമൺ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുക. ഏകദേശം 20 വയസ്സുള്ളപ്പോഴാണ് സൈമൺ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് സൈമൺ ഒരു ബിസിനസ് തുടങ്ങിയ വെച്ചാൽ ഡിഗ്രി പഠനം കഴിഞ്ഞ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടി സൈമൺ ആദ്യം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു വലിയൊരു നഷ്ടത്തിലേക്ക് മാറിയതിനെ തുടർന്ന് സൈമൺ മറ്റൊരു ബിസിനസ്സിലേക്ക് കടന്നു. അതൊരു ഫർണിച്ചർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ, മുന്നേ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും സംഭവിച്ചതുപോലെ വലിയൊരു ഫിനാൻഷ്യൽ ഇൻകം ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും അത് വലിയൊരു കടബാധ്യതയിലേക്ക് സൈമണിനെ കൊണ്ടുപോയി. എന്നാലും സൈമൺ അവിടെ ഒന്നും തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. വീണ്ടും അതൊക്കെ ഒന്ന് കുറേശ്ശൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് സൈമൺ വീണ്ടും ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് അതും ഒരു സർജറിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിന്റെ എക്യുപ്മെന്റ്സ് വിറ്റഴിക്കുന്ന ഒരു സ്ഥാപനവുമായിട്ട് സൈമൺ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഇതേപോലെ മുന്നോട്ട് പോയി. വീണ്ടും സൈമൺ ഇതേ പറഞ്ഞ പോലെ ഒന്ന് വീണു. കാരണം അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് സൈമണിന് അറിയാതെ പോയപ്പോൾ എന്ത് പറ്റി? സാധാരണ മുൻ കാലങ്ങളെ പോലെ തന്നെ സൈമൺ വീണ്ടും അവിടെയും തോറ്റ് മുന്നോട്ട് പോയത്. എന്നാലും സൈമൺ വീണ്ടെടുത്ത് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ മടങ്ങി വരാൻ തീരുമാനിച്ചു. ഇപ്പോൾ സൈമൺ ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നല്ല ക്വാളിറ്റിയുള്ള നൂലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സൈമൺ ഉള്ളത്. ഇപ്പോഴും ആ സ്ഥാപനവുമായി ഏകദേശം 53 വയസ്സിൽ സൈമൺ വലിയ ഒരു തട്ടുകേടുകളൊന്നും ഇല്ലാതെ വീണ്ടെടുത്ത് നിന്നും പിടിച്ചെഴുന്നേറ്റ് ഏകദേശം 15 വർഷമായിട്ട് ആ സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോകും. സൈമന്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് സൈമൺ ഇതേപോലെ എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് വായിക്കുന്നത് സൈമണിന് ഇഷ്ടമാണ്. വായനയൊക്കെ കഴിഞ്ഞ് തന്റെ സ്ഥാപനങ്ങളിലേക്ക് പോയി അവിടെയും സ്ഥാപനങ്ങളിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സൈമൺ വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് എപ്പോഴും സൈമണിന് ആഗ്രഹം.
ആ ആഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് സൈമണിന്റെ ഈ വീഴ്ചയിൽ സൈമൺ പിന്നെയും പതറാതെ മുന്നോട്ട് പോകുന്നത് കണ്ട് പലപ്പോഴും പലരും സൈമണിന്റെ ഒരു ജീവിത രീതി മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന പുതിയ ഓൺടർപ്രണേഴ്സിന് പ്രയോജനമാകുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് സൈമണിനെ പല ഇടങ്ങളിലേക്കും സ്പീക്കറായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ സൈമൺ അവിടെ വളരെ കോൺഫിഡൻസ് ആയിട്ട് അവരോട് സംസാരിക്കാം. അപ്പൊ സൈമൺ തിരിച്ചറിഞ്ഞ ആ ഒരു കോൺഫിഡൻസോട് കൂടി എനിക്ക് ഓരോ സ്ഥലത്തും ചെന്ന് ഒരു നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ട്രെയിനർ ആയിട്ടോ ഒക്കെ സൈമൺ ഇങ്ങനെ ഒരു സ്കിൽ സ്വാഭാവികമായിട്ട് സൈമണിൽ വളർന്നു തുടങ്ങി. സൈമൺ തിരിച്ചറിയുന്നുണ്ട് ഇതൊക്കെ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്, ഒരു സ്കില്ലിലാണ്. സ്കിൽ എന്ന് പറയുമ്പോൾ തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളത് ഞാൻ എന്താണ് മുന്നേ അതൊരു സ്കില്ല് തന്നെയാണ്. പിന്നെ സൈമൺ നല്ലൊരു റീഡർ ആണ്, അത് സൈമൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പലയിടങ്ങളിലും നല്ലൊരു സ്പീക്കറായിട്ട് സൈമൺ പോകുന്നുണ്ട്. സൈമൺ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു 50 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സ്ഥാപനങ്ങൾ, അത് എഡ്യൂക്കേഷൻ സ്ഥാപനമാകാം, ഒരു ഒരു ഓൺടർപ്രണേഴ്സിന്റെ പല ബോർഡുകൾ, അതിലൊക്കെ ഒരു ബോർഡ് അംഗം കൂടിയാണ് സൈമൺ. ഈ ബോർഡ് അംഗം കൂടി ആയതുകൊണ്ട് തന്നെ സൈമൺ പലയിടത്തും പോയിട്ട് നന്നായിട്ട് സംസാരിക്കാം. അപ്പൊ സൈമൺ അത് കൂടുതൽ കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഇടയ്ക്കാണ് സൈമണിൽ ചെറിയൊരു അസുഖം വന്ന് നട്ടെല്ലിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതിനെ തുടർന്ന് സൈമൺ കുറച്ച് പിൻവാങ്ങാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. കാര്യം പബ്ലിക് ആയിട്ട് പോകുന്നതിലൊക്കെ സൈമൺ കുറച്ച് പിൻവാങ്ങി ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഇടെയാണ് സൈമൺ ഒരു താൻ ബോർഡ് അംഗമായ ഒരു സ്ഥാപനത്തിലേക്ക് ഇതേപോലെ ഒരു നന്ദി പ്രകടനത്തിനായി സൈമണിനെ വിളിക്കുന്നത്. അപ്പം അവിടുത്തെ അതോറിറ്റീസ് സൈമണിനോട് പറയുന്നത് ഇതാണ്: സൈമൺ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എക്സ്പീരിയൻസ് മാത്രമല്ല, ആ എക്സ്പീരിയൻസ് വളരെ നന്നായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ വളരെ കരുത്തുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പം ഞങ്ങൾക്കും ഇതേ ഒരു സ്ഥാപനത്തിൽ വന്ന് ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്ന രീതിയിൽ ഒരു നല്ലൊരു നന്ദി പ്രകടനം, ആ പ്രോഗ്രാമിന്റെ ആ ബോർഡ് അംഗമായ സൈമൺ അവിടെ ഒരു നന്ദി പ്രകടനം കൂടി നടത്തേണ്ടതുണ്ട് എന്ന് സൈമണിനെ കണ്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ സൈമൺ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: യെസ്, ഞാൻ നന്നായിട്ട് വായിക്കുന്നുണ്ട് എന്നല്ല സൈമൺ ചിന്തിച്ചത്, ഞാൻ നന്നായി വായിക്കാറുണ്ട്. ഓക്കെ, ആ വായിച്ചതിന്റെ ഒരു ഇഫക്റ്റ് ഞാൻ പലയിടങ്ങളിലും ചെന്നപ്പോ എനിക്ക് നന്നായിട്ട് പബ്ലിക് സ്പീക്കിങ്ങിന് കഴിവുള്ള ഒരു വ്യക്തിയുമാണ്. ഓക്കെ, ഇത് രണ്ടും മതി, ഐ എം കോൺഫിഡന്റ് എന്ന് പറഞ്ഞ് സൈമൺ എന്ത് ചെയ്തു? അന്നത്തെ നന്ദി പ്രകടനത്തിന് വളരെ ഉഷാറോടുകൂടി അന്ന് നന്ദി പ്രകടനത്തിന് പരിപാടിക്ക് പോയി. പരിപാടി എല്ലാം കഴിഞ്ഞ് സൈമണിന്റെ അവസരമായി. കാരണം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഒരു നന്ദി പ്രകടനത്തിന്റെ സമയമായി തുടങ്ങി. അപ്പൊ സൈമൺ തീർച്ചയായിട്ടും നന്ദി പ്രകടനം, സൈമൺ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. അപ്പൊ സൈമൺ എന്ത് ചെയ്തു? ആദ്യം തന്നെ നന്ദി പ്രകടനത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു. കുറച്ച് കഴിഞ്ഞ് സൈമൺ തന്റെ മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ അതിലും കുറച്ച് എക്സ്പീരിയൻസ് കൂട്ടിക്കലർത്തി സൈമൺ നന്ദി പ്രകടനം ഭംഗിയായി അവതരിപ്പിച്ചു. പക്ഷെ സൈമൺ തിരിച്ചറിയുന്നുണ്ട്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ പോകുന്ന പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഓർഗനൈസേഷൻ, ഞാൻ നല്ലൊരു സ്പീക്കറായിട്ട് പോകുന്നിടത്ത് കിട്ടിയ ഒരു കയ്യടി ഇവിടെ എനിക്ക് കിട്ടിയില്ല. സൈമൺ ശ്രദ്ധിക്കുമ്പോൾ ഈ നന്ദി പ്രകടനം എന്ന് പറയുന്നത് അവിടെയുള്ളവരെ ഒക്കെ നമ്മളൊന്ന് അവരെ കൺസിഡർ ചെയ്ത് അവർ വന്നതിനെ കുറിച്ചും അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും ഒന്ന് എടുത്തു പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു നന്ദി പറയുക എന്നുള്ളതാണ്. പക്ഷേ സൈമണിന് കുറെ കാലമായിട്ട് തന്റെ ഈ പബ്ലിക് സ്പീക്കിംഗ് ആരോഗ്യ പ്രശ്നം കാരണം ചെയ്യാതെ നിർത്തിവെച്ച ഒരു പ്രോഗ്രാം. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയപ്പോൾ സൈമൺ ചിന്തിച്ചത് ഇതാണ്: ഞാൻ കുറെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ തീർച്ചയായിട്ടും എനിക്കിത് സാധിക്കും, അതിനൊരു ചിന്തയും വേണ്ട എന്ന് ചിന്തിച്ച് അതിനൊരു മുൻകൂറായിട്ട് എന്ത് ചെയ്തില്ല, ഒരു അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരിക്കലും അതിനൊരു എന്താ പറയാ അതിന് മുൻകൂറായിട്ടൊന്ന് പ്രിപ്പയർ ആകാതെ സൈമൺ ആ നന്ദി പ്രകടനം നടത്തി. സൈമൺ അത് കഴിഞ്ഞിട്ടാണ് സൈമണിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ട് എന്റെ നന്ദി പ്രകടനം അത്ര ഉഷാറായില്ല എന്നൊരു തോന്നൽ സൈമണിന് വന്നോളി. ഇവിടെയാണ് സൈമൺ ഐ നോ ബെറ്റർ സിൻഡ്രോം എന്ന ഈ ഒരു അവസ്ഥ എനിക്ക് എന്തെന്ന് മനസ്സിലായത്. നമുക്ക് എല്ലാവർക്കും സൈമണിന് പറ്റിയൊരിതാണ്, ഞാൻ നല്ല റീഡറാണ്, പക്ഷെ ആ റീഡിങ് കേപ്പബിലിറ്റി എന്ത് ചെയ്തു? ഈ ഒരു അസുഖത്തെ തുടർന്ന് കുറച്ച് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയപ്പോൾ സൈമൺ പതുക്കെ അത് സൈഡിലൊന്ന് ഒതുക്കി, റീഡിങ് അവിടെ നിന്നുപോയി. ഈ മോട്ടിവേഷൻ സ്പീക്കർ ആയതെന്ന് തോന്നുന്നു സൈമൺ കുറെ സംസാരിക്കാറുണ്ട്, നല്ലൊരു സ്പീക്കറുമാണ്. പക്ഷെ ഒരവസരത്തിൽ പോകുമ്പോൾ അവിടെ എന്താണ് വേണ്ടത് എന്ന് സൈമൺ ചിന്തിക്കാൻ മറന്നുപോയി.
അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനോ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഒരു പ്രകടനത്തിലേക്ക് പോകാനോ സൈമണിന് കഴിഞ്ഞില്ല. സൈമൺ ചിന്തിച്ചത് ഇതാണ്, ഇതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്, അപ്പൊ ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഓർഗനൈസേഷനിൽ അപ്പോ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് സൈമൺ ഓർത്തില്ല. സൈമൺ തന്റെ കോമ്പീറ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ തനിക്ക് നിലനിർത്താൻ സാധിക്കും തന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതൽ എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ എബിലിറ്റികള് കൂടുതൽ ഓവർ കോൺഫിഡൻസ് വെച്ച് പുലർത്തി അന്നത്തെ ദിവസം ആവശ്യമുള്ള കാര്യത്തിലേക്ക് ഒരു നന്ദി പ്രകടനം പറയാൻ സൈമണിന് കഴിയാറത്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളായിട്ട് നിങ്ങൾ ഈ ഡീപ് മാജിക്കിലേക്ക് പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം അറിയുമെങ്കിലും ഒരു അവസരം വരുമ്പോൾ ചില സമയത്ത് നമുക്കൊരു സിറ്റുവേഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഡിഫിക്കൽട്ടി, ഒരു സ്ട്രഗിൾ നമ്മൾ സമീപിക്കുമ്പോൾ ഈ മെഡിറ്റേഷനോ നമ്മൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് മാസങ്ങളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാത്ത ഒരവസ്ഥ നമുക്ക് വരാറുണ്ട്. ആ സമയത്ത് വേണ്ട രീതിയിൽ ചിന്തിക്കാൻ കഴിയാതെ പോകും. ചിന്തിക്കുന്ന ഇതാണ്, എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ ഒരവസരം വരുമ്പോ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഐ നോ ബെറ്റർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്റെ കീ ഏരിയാസ് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ കീ ഏരിയാസിൽ ഒരു ഓവർ എസ്റ്റിമേറ്റ്, ഇപ്പൊ ഇതെനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊരു ഓവർ കോൺഫിഡൻസിലേക്ക് വരുമ്പോഴാണ് ഈ ഐ നോ ബെറ്റർ സിൻഡ്രോം നമ്മളെ ബാധിക്കുന്നത്. ആ ബാധിക്കുന്ന സിൻഡ്രോമിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഓ, ഇതൊന്നും വലിയ കാര്യമല്ല, ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന വളരെ എളുപ്പമുള്ള കാര്യം. അതിനെ കുറിച്ച് അതാണ് ഒന്നാമത്തെ സിംറ്റം ആയിട്ട് ഐ നോ ബെറ്റർ സിൻഡ്രോമിന്റെ എനിക്കിത് നന്നായിട്ട് അറിയാം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ. ആ നന്നായിട്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന ചിന്തയ്ക്ക് പകരം എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നൊരു ഓവർ കോൺഫിഡൻസ് ആണ് ഒന്നാമത്തെ ഐ നോ ബെറ്റർ സിൻഡ്രോം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഈ ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെടുന്ന ഒരു കാര്യം, നന്നായിട്ട് ബൈക്ക് ഓടിക്കും, പക്ഷെ 2-3 പേര് കൂടുമ്പോ എനിക്ക് ഇവരെക്കാളും നന്നായി ചെയ്യാൻ കഴിയും എന്നൊരു ഓവർ കോൺഫിഡൻസിലൂടെ പോകുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഐ നോ ബെറ്റർ സിൻഡ്രോം ബാധിച്ചു പോയി. എനിക്കിത് വളരെ നന്നായി ചെയ്യാൻ പറ്റും. ആ ഒരു അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്തയിൽ നിന്ന് വഴിമാറി പോകുന്നു എന്നത്. ഇവിടെ സൈമൺ ചിന്തിക്കേണ്ടത് ഇത്രയാണ്, ഈ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സൈമൺ ശ്രമിച്ചില്ല. ഞാൻ അവിടെ നന്ദി പ്രകടനം നടത്തേണ്ട സമയത്ത് സൈമൺ എന്ത് ചെയ്തു, ഏതൊക്കെയോ മോട്ടിവേഷണൽ ക്ലാസ്സസിൽ പോയിരുന്ന കണ്ടന്റുകൾ എടുത്ത് അവിടെ അങ്ങ് വാരി വിതറി. പക്ഷെ പലപ്പോഴും ആ ഒരു ഓർഗനൈസേഷന് വേണ്ട അവിടെ വന്ന അതിഥികൾ ചെയ്ത നന്മകളെ കുറിച്ചോ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഉയർത്തി പറയാതെ തന്റെ കീ ഏരിയാസ് ഓവർ കോൺഫിഡൻസോട് കൂടി കൂടുതൽ നന്നായിട്ട് അവിടെ പറയാൻ തുടങ്ങി. അത് ആ ഒരു സഭയ്ക്ക് വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഇവിടെ സൈമൺ ചെയ്ത ഇത്രയേ ഉള്ളൂ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ആ സംസാരിക്കാൻ അറിയുന്ന എബിലിറ്റിയെ ഏത് തരത്തിൽ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് വളരുമ്പോഴാണ്, ആ ചിന്ത നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരു പക്ഷെ വളരുന്നത്. പകരം എനിക്ക് ഇത് നന്നായി ചെയ്യാൻ സാധിക്കും, ഇത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറുമ്പോൾ കൂടുതൽ ധൈര്യശാലി എന്നതിനും അപ്പുറം ഇതൊന്നും ഒന്നുമില്ല, ഇതൊക്കെ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞ് അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ തന്റെ എബിലിറ്റിയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ ഐ നോ സിൻഡ്രോം എന്ന് പറയുന്നത്. പകരം സൈമൺ ആ ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ എബിലിറ്റി അതിലേക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വളച്ചൊടിക്കുമ്പോഴാണ് ഒരു പക്ഷെ സൈമൺ അവിടെ വളരാൻ തുടങ്ങുന്നത്. പലപ്പോഴും ഇവിടെ ഇത് രണ്ടാമത്തെ സിംറ്റം ആയിട്ട് പറയുന്നത് ഇവിടെ ലേണിംഗ് കപ്പാസിറ്റി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും എന്നർത്ഥം. അതായത് നമ്മൾ എപ്പോഴും ഒരാളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, നമ്മൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഞാൻ ഇതിനെന്ത് മറുപടി പറയണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് അത്ര രണ്ടാമത്തെ ഐ നോ ബെറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ നല്ലൊരു സ്പീക്കർ, നല്ലൊരു കൗൺസിലർ ആണെന്ന് കരുതും, നല്ലൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്ന് കരുതുമ്പോൾ അവിടെ നന്നായിട്ട് എനിക്ക് ഇവരെ ഹീൽ ചെയ്യാൻ പറ്റും എന്നതിന് പകരം ഞാൻ ഒരു എന്റെ ഓവർ കോൺഫിഡൻസ് വരുന്നത് എവിടെയായിരിക്കാം, ഞാൻ ഇവിടെ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണ് ചിന്തിക്കുമ്പോ വരുന്ന കൗൺസിലിയെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ
അവരുടെ ആവശ്യങ്ങളിലേക്ക് അവർക്ക് ഏത് കീ ഏരിയസിലാണ് ഡെവലപ്മെന്റ് വേണ്ടത് എന്ന ചിന്തയിൽ നിന്ന് മാറി എന്റെ അറിവിനെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി മാറ്റും എന്നർത്ഥം. നമ്മളെപ്പോഴും ഈ ഫാമിലിയിലാണെങ്കിലും ഞാനൊരു അച്ഛനാണ്, ഞാനൊരു അമ്മയാണ് എന്ന് ചിന്തിക്കുന്നതിലും അപ്പുറം ഞാൻ ഇവരെ മുന്നോട്ട് ഗൈഡ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുമ്പോഴേ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും നല്ല കീ ഏരിയ ആ ഫാമിലിയിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. കുട്ടികളായാലും അവരെ ഗൈഡ് ചെയ്യേണ്ട, അവർക്ക് വഴികാട്ടി, അവർക്ക് വഴിയൊരുക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത്. മറിച്ച് ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ഐ നോ ബെറ്റർ സിൻഡ്രോം നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞു. ഞാൻ ഇത്ര കാലം ജീവിച്ചു, ഞാൻ ഇത്ര പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുമ്പോൾ തുടങ്ങുന്നത് ഐ നോ ബെറ്റർ സിൻഡ്രോം ആണ്. ഒരു ജോലിയിലാണെങ്കിൽ ഞാൻ ഇത്ര വർഷം ജോലിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷം ഈ ജോലിയിൽ ഞാൻ ഇത്രയും കാലം ചെയ്തു, അപ്പൊ എന്നെക്കാൾ കൂടുതൽ ഇതിന് നന്നായി ചെയ്യാൻ പറ്റുന്ന മറ്റാരുമില്ല എന്ന് ചിന്തിക്കാൻ നമ്മൾ തുടങ്ങിയെങ്കിൽ അവിടെ ഐ നോ ബെറ്റർ സിൻഡ്രോം. ഇപ്പൊ ഞാനടക്കം ഇത് ചെയ്യുമ്പോൾ, ഈ ബിമാജിക്കിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഇനി പെട്ടെന്നൊരു ടോപ്പിക് പറഞ്ഞാലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഓവർ കോൺഫിഡൻസോട് കൂടി ഇരിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് വരുന്ന വ്യക്തികളെ ഉൾക്കൊള്ളാനോ അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ലിസണർ ആയിട്ട് ഇരിക്കാനോ ഉള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ വഴിമാറി പോകും. കാരണം അവിടെ ഐ നോ ബെറ്റർ സിൻഡ്രോം എന്നെ ബാധിച്ചു കഴിഞ്ഞു. ഈ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റിൽ പറയുന്നത് ഇത്ര മാത്രം. നമ്മുടെ സ്കിൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഏരിയ ഏതാണെങ്കിലും അതിനെ എപ്പോഴും ഉരച്ച്, അതായത് ഈ സ്വർണം ഉരച്ച് ഭംഗിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏറ്റവും നന്നായി അതിനെ എപ്പോഴും കൂടുതൽ ടെക്നോളജീസ് അല്ലെങ്കിൽ കൂടുതൽ ലേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ സ്കില്ല് ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ അത് എവിടെയാണ്, എങ്ങനെയാണ് അത് അവതരിപ്പിക്കേണ്ടതെന്നും ചിന്തിച്ചുകൊണ്ട് നമുക്കത് കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ ഒരു ലേണർ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ അതിന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഒരു മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു അഡ്വൈസ് എന്നതിനും അപ്പുറം ഞാൻ ഉള്ള കാലത്ത് ഇങ്ങനെ ചെയ്തപ്പോ ഇത്തരത്തിൽ എനിക്ക് അതിനെ കൂടുതൽ ഉൾക്കൊള്ളാനായി, അല്ലെങ്കിൽ അന്ന് ഇത് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. എനിക്ക് തോന്നിയ കാര്യം ഷെയർ ചെയ്തെന്ന് മാത്രം. ഇതിനെങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികളോട് പറയേണ്ടത് ഇത്ര മാത്രം. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചത് ഇതാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ, അത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അതിന് ബെറ്റർ സിൻഡ്രോം എന്നതിനും അപ്പുറം ആ പുതുതലമുറ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ പറയുന്നത് ഒരു ലിസണറായി കേട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിലുപരി, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അതിൽ കൂടി ശ്രദ്ധ കൊടുക്കുന്നതിനും അപ്പുറം ഒരു ലേണറായി അവിടെ കൂടുതൽ പഠിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നതിലെ വഴിയിലേക്ക് വരുമ്പോൾ ഐ നോ ബെറ്റർ സിൻഡ്രോമിൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. ഈ രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് മാത്രമേ ചെയ്യാനോ, ബി എ ഗുഡ് ലിസണർ എന്ന് പറയുമ്പോൾ എപ്പോഴും പഠിക്കാൻ തയ്യാറാവുക. വരുന്ന അവസരങ്ങളെയും നമ്മൾ ഒരുപക്ഷെ ഈ വിമാനത്തിലേക്ക് മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നൽ, അപ്പൊ എനിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ തയ്യാറെടുക്കാൻ റെഡിയാണ്, എനിക്കത് സാധിക്കും. പക്ഷെ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഓരോരുത്തരും ഇടയ്ക്ക് ഇവിടെ റീഫ്രഷ് ചെയ്യാൻ ഓരോ മാസവും ഇടവിട്ട് വരുന്നത്. അങ്ങനെ വരുന്നവർ എന്തായാലും ഐ നോ ബെറ്റർ സിൻഡ്രോം ഇല്ലാത്തവരാണ്. കാരണം വീണ്ടും എന്റെ ജീവിതം കണ്ടിന്യൂസ് ആയിട്ട് ലേണർ ആയിട്ട് ഈ മാജിക്കിൽ ഇരിക്കുന്നവരെല്ലാം തന്നെ ഒരു പക്ഷെ ഐ നോ ബെറ്റർ സിൻഡ്രോമിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് മുക്തരായ വ്യക്തികളാണ്. കാരണം ബി മാജിക്കിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്ര മാത്രം, ഇന്ന് കിട്ടിയ അറിവ് കൊണ്ട് ഇനി വരുന്ന അവസരങ്ങളെ എനിക്ക് ഏത് രീതിയിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ വളരുന്നത്. എന്തായാലും ബി മാജിക്കിലുള്ളവർ എന്തായാലും ഐ നോ ബെറ്റർ സിൻഡ്രോമിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് കീ ഏരിയാസ്, നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ എനിക്ക് ബി മാജിക്കിൽ വന്നതുകൊണ്ട് എനിക്ക് നന്നായി അറിയും എന്നതിന് പകരം എനിക്ക് കിട്ടിയ അറിവിനെ
എന്റെ മുന്നിൽ വരുന്ന അവസരങ്ങൾക്കും വ്യക്തികൾക്കുമായിട്ട് ഏത് തരത്തിൽ ഫ്ലെക്സിബിൾ ആയി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ വളരാനും ഐ നോ ബെറ്റർ സിൻഡ്രോമിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ബി മാജിക്കിലുള്ളവരെല്ലാം തന്നെ ഐ നോ ബെറ്റർ സിൻഡ്രോമിനെ വളരെ ബെറ്റർ ആയി കൈകാര്യം ചെയ്യുന്നവരാണ്. ഒരു പക്ഷെ ആ സിൻഡ്രോം ഒട്ടും തന്നെയില്ല, പക്ഷെ നമ്മുടെ കീ ഏരിയാസ്, നമുക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഫ്ലെക്സിബിൾ ആയി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഈ സിൻഡ്രോമിൽ നിന്ന് നമുക്ക് ബെറ്റർ ആയിട്ട് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ എബിലിറ്റികളെ ഓവർ കോൺഫിഡൻസോടുകൂടി നോക്കിക്കാണാതെ ആ എബിലിറ്റിയെ കൂടുതൽ സ്കില്ലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ അവസരം കിട്ടുന്ന അവസരങ്ങളെ കൂടുതൽ ഉപയോഗിച്ച് വളരാൻ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബി മാജിക്കിലേക്ക് വന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ഏരിയാസ്, നമുക്ക് ഓവർ കോൺഫിഡൻസ് തോന്നുമ്പോൾ, നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഒരു റിഫ്രഷ്മെന്റ് ആവശ്യമെന്ന് തോന്നുമ്പോൾ വീണ്ടും വന്ന് ജോയിൻ ചെയ്യുക, വീണ്ടും റിഫ്രഷ് ചെയ്യുക, അറിവുകൾ ഫ്ലെക്സിബിൾ ആയി എവിടെയെല്ലാം ഉപയോഗിക്കാം എന്ന് നല്ലൊരു ലിസണറായി ഓരോ അവസരത്തെയും കണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതൽ വളരാനുള്ള അവസരങ്ങൾ പ്രകൃതി ഒരുക്കും എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രവീണ മാം. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? കേൾക്കാമല്ലോ. ഓക്കെ ഓക്കെ. അപ്പം ഐ നോ ബെറ്റർ സിൻഡ്രോമത്തെ കുറിച്ച് പ്രവീണ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ മാം പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് അതിനനുസരിച്ചായിരിക്കും മാമിന്റെ നെക്സ്റ്റ് വരുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ പറയാവുന്നതാണ്. ആരാ ഫസ്റ്റ് മുന്നോട്ട് വരുന്നേ? ഷാജൻ സർ. മാജിക് മോർണിംഗ്. പ്രവീണ മാം, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സെഷനാണ്. കാരണം നമ്മൾ എല്ലാം പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നുള്ളത്, പക്ഷെ അത് കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് പോകും 100% ഉറപ്പാണ്. നമ്മൾ അത് ആ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് പോകുന്നുള്ളത്. അതൊരു ബുക്ക് റീഡിങ് ആയിക്കോട്ടെ, ഒരു ക്ലാസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ തുടർച്ച എന്ന് പറയുന്ന സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് പോകുന്നത് ഉറപ്പാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവർക്കും വളരെ രസകരമായ ഒരു കഥയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു മാഡം. താങ്ക് യു. താങ്ക് യു സോ താങ്ക് മച്ച്. യു ഷാജൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഷാജൻ പറഞ്ഞു, ഓക്കെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏരിയകളെ കുറിച്ച് തന്നെ ഷാജൻ പറഞ്ഞു. നമ്മൾ ഏത് ഏരിയയിലാണെങ്കിലും നമ്മൾ കൂടുതൽ നമുക്ക് അറിയും എന്നതിന് പറയും ചിന്തിക്കുന്നതിന് പകരം ഇനി ഇതിൽ എന്താണ് എനിക്ക് കൂടുതൽ ചെയ്യാനുള്ളത്, എന്ത് രീതിയിലാണ് എനിക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനുള്ളത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത്രേ നമ്മൾ വളരുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുള്ളൂ എന്ന് കൂടി കൂട്ടിച്ചേർക്കും. താങ്ക് യു ഷാജൻ. Okay, thank you, Shadin sir. Thank you so much. Preeta ma'am. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു സെക്ഷൻ തന്നെ. ടോപ്പിക് കണ്ടുമ്പോഴും മനസ്സിലായി ഇതാണ് വിഷയം, അല്ല ഇതാണ് ടോപ്പിക് എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ മാമിന്റെ എല്ലാ ടോപ്പിക്കുകളും കാണുമ്പോൾ വ്യത്യസ്തമാണെന്നുണ്ടെങ്കിലും നമുക്ക് കേൾക്കുന്ന സമയത്ത് ആ ടോപ്പിക് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലേക്ക് അത്രയും നല്ല ഡീപ്പായിട്ട് തന്നെ ആക്കി തരുന്നൊരു പ്രകൃതാണ് മാമിന്റെ. പിന്നെ മാം പറഞ്ഞ പോലെ നമുക്ക് ഇത്രയൊക്കെ നമുക്ക് മെഡിറ്റേഷനും അതുപോലെ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ കൈവിട്ടു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ മെഡിറ്റേഷൻ ആയാലും ക്ലാസ് ആയാലും നമ്മള് അതൊന്നും ആ ഒരു സമയത്ത് നമുക്ക് വിലപ്പോവില്ല പറഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ കുറച്ച് ടൈം മാത്രം കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ കുറെ നമ്മൾ അതിലൂടെ തന്നെ അങ്ങനെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിലും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ, അതായത് നമുക്ക് കാലത്ത് കിട്ടുന്ന ഈ ഒരു സെഷൻ ഉണ്ടല്ലോ, ഇതിലൂടെ തന്നെ നമുക്കത് മാറ്റാൻ പറ്റുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ കുറച്ച് താമസമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡീപ്പായി അതിലേക്ക് പോവാതെ നമ്മുടെ മൈൻഡിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നത് എന്തായാലും ബി മാജിക്കിലുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സിലൂടെ തന്നെയാണ്. അത് ഷുവറാണ്.
പിന്നെ മാം പറഞ്ഞ കുട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞു. അതായത് നമ്മൾ പണ്ട് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞ ഒരിക്കലും അവർക്ക് അത് ഉപദേശം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുക, ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് താല്പര്യമില്ല. അത് അവരുടെ ഇപ്പോഴത്തെ ഇപ്പൊ മാം പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത്, നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ പണ്ടത്തെ അനുഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞ നൊസ്റ്റാൾജിയ പറയാണ് എന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ പറയുക. പക്ഷെ നമ്മളത് അവരിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തരത്തില് നമ്മുടെ എക്സാമ്പിളും അതുപോലെ അന്നത്തെ കാലല്ല ഇന്ന് ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെ ഈ ലെവലിലോട് പോയാലാണ് നിനക്ക് ഇതിന്ന് വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ മാത്രമാണ് മക്കൾ അനുസരിക്കുള്ളൂ എന്നുള്ളത് ഷുവറാണ്. അതായത് നമ്മുടെ ഉപദേശങ്ങളോ പണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്ത ഞാൻ പറയണത് അവസാന വാക്ക് എന്റെയാണ്, ഞാനാണ് ഈ വീട്ടിലെ കുടുംബനാഥൻ, ഞാനാണ് നിന്റെ അച്ഛൻ, ഞാനാണ് നിന്റെ അമ്മ, അപ്പൊ ഞങ്ങള് നിങ്ങളെക്കാൾ ഒരുപാട് അറിവുള്ള ആളുകളാണ് എന്നുള്ള ആ ഒരു അടിച്ചേൽപ്പിക്കലാണ് നമുക്ക് പണ്ടത് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ അവരിൽ ഇറങ്ങി ചെന്നാൽ നമ്മൾ അവരുടെ ഒരു കൂട്ടുകാരായിട്ട് നിന്നിട്ട് അവരോട് സംസാരിച്ച് മാത്രമാണ് അവർ അനുസരിക്കും എന്നുള്ളത് ഷുവറാണ്. നമ്മളത് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. എങ്ങനെ കൂടുതലായിട്ട് എങ്ങനെ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ളത് മാം അത്രയും ഡീപ്പായി പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. വളരെ നല്ലൊരു സെക്ഷൻ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു പ്രീത. പ്രീത പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്കാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പ്രീത പറഞ്ഞു നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊന്നും നമ്മളും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് രാവിലെ സേഫി സാറുടെ മെഡിറ്റേഷൻ നമ്മൾ കേൾക്കുന്നു, നമ്മളെ കാണുന്നു, നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്നു, നമ്മൾ ആ ഒരു അവിടെ എത്തുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്ന ഒരു കാവൽക്കാരൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ഫോർഗീവ്നെസ് കൊടുത്തിട്ടില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, അത് ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മളിപ്പോ ഒരു ഗ്ലാസ് ചായ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ചായ നമുക്ക് ഉണ്ടാക്കി തന്നു, അപ്പൊ നമ്മൾ വൈഫാണെങ്കിൽ ചിലപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കും, ഹസ്ബൻഡ് ആണെങ്കിൽ ചായ വാങ്ങി കുടിക്കും, അല്ലെങ്കിൽ ചിലർ സ്വന്തം ഉണ്ടാക്കി കുടിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ചായക്ക് ലേശം കടുപ്പം കുറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയുന്നത് ഇത് എന്ത് ചായയാണിത്, ഈ ഫോർഗീവ്നെസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തൊട്ടിറങ്ങിയതുള്ളൂ. അപ്പൊ കിട്ടുന്ന ചായയെ കുറിച്ചാണ് പറയുന്നത്. പറയേണ്ടത് ഇത്ര മാത്രം. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ വ്യക്തി പറയേണ്ടത് അതെ ഇതിന് കുറച്ച് കടുപ്പം, എനിക്ക് കുറച്ചും കൂടി കടുപ്പുണ്ടെങ്കിൽ നന്നായിരുന്നു. രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ അത് ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, ഇനി വൈഫ് പറയുന്നത് എന്താ, എന്നും പിന്നെ ഈ ഒരു പല്ലവി മാത്രമേ ഉള്ളൂ, എന്തും ഉണ്ടാക്കിയാലും കുറ്റമാണ്. നമ്മൾ ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞ മറ്റുള്ളവരിങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല, പക്ഷെ പകരം അതെ ആ വ്യക്തിക്ക് അങ്ങനെയാണോ വേണ്ടത്, ഓക്കെ ശരി ഞാനിത് കുറച്ച് കടുപ്പുണ്ടാക്കി തരാം എന്ന് പറയുന്നില്ല. ഉടനെ അതാണ് നമ്മുടെ അവിടെ ഒരു തലവേദന വരും. എന്തൊരു നശിച്ച തലവേദനയാണ്. നമ്മൾ പറയുന്നുണ്ട് മെഡിറ്റേഷൻ കഴിഞ്ഞ വ്യക്തി ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാൻ പാടില്ല. എന്ത് ചെയ്യണം, അതിന് ഉൾക്കൊള്ളാൻ നമ്മൾ ഇപ്പൊ പറയുന്നത് ഇങ്ങനെ ഒരു നശിച്ച തലവേദന ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിന് പകരം യെസ് ഐ എം എക്സ്പീരിയൻസിങ് ദിസ് ഹെഡേക്ക് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം പറഞ്ഞ പോലെ ഐ നോ ബെറ്റർ സിൻഡ്രോം കൂടുമ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് പ്രീത പറഞ്ഞത് ഇപ്പൊ കുട്ടികളോടായാലും ഞങ്ങൾ ഇത്രയും അറിവുള്ളവരാണ് എന്ന് പറയുമ്പോ ആ മാതാപിതാക്കൾ അന്ന് പറയും ഞങ്ങൾ ഇത്രയും അന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഐ നോ ബെറ്റർ സിൻഡ്രോം ബാധിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് അങ്ങനെ സംസാരിക്കുന്നത്. മറിച്ച് ശരി അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഈ രീതിയിലാണ് നമ്മളത് ചെയ്തത്, നിങ്ങൾ വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിയാലോ എന്ന് പറയുമ്പോ നമ്മൾ അവരുമായിട്ട് അവര് പറയുന്നതിന് ഉൾക്കൊള്ളാനും നമ്മളെ കൂടി അത് പഠിക്കാൻ തയ്യാറാവുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അർത്ഥം. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി ഐ നോ ബെറ്റർ സിൻഡ്രോം എനിക്കുണ്ട് എന്ന് വരുന്ന സമയത്ത് നമുക്കൊരു ഓവർ കോൺഫിഡൻസ്, ആവശ്യമില്ലാത്ത ദേഷ്യം എല്ലാം നമുക്കറിയാം എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഈ സിൻഡ്രോം വരുന്നത്. അപ്പൊ അതിനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എ ലേണർ, യു ആർ എ ബെറ്റർ, യു ആർ ഓവർകം ദിസ് ഐ നോ ബെറ്റർ സിൻഡ്രോം. ഓക്കെ, താങ്ക് യു പ്രീത ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. താങ്ക് യു മാം, താങ്ക് യു. Okay, thank you Frida ma'am, thank you so much. Akhila ma'am. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. നമ്മൾ ഈ എന്താണ് കുട്ടികൾക്ക് ഓരോന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴേ അവരുടെ മനസ്സിൽ നമ്മൾ പറയണ എല്ലാം, എല്ലാവരും ഇല്ല, ചില കുട്ടികൾ ചിലർ അതിനെ എതിർത്ത് സംസാരിക്കും, ചിലർ വിചാരിക്കുന്ന നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസ് പറയണ എല്ലാം ശരിയാണ് എന്നൊരു വിചാരം അവരുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ തെറ്റാണ് പറയണതെന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ
അങ്ങനെ അല്ലേന്ന് ചോദിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെ അവരുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ടീച്ചറായാലും വലിയ ആൾക്കാരായാലും പറയണ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ തെറ്റിപ്പോവും. ശരി, എല്ലാവരും എല്ലാം പഠിച്ചവരല്ലല്ലോ. ആ, എൽ- അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റാന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ പറയണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇവിടെ മനസ്സിലായോ? തെറ്റ് ശരി. ഓക്കെ, സൈക്കോളജിയിൽ പറയുന്നത് എന്താ വെച്ചാല് ഒന്നും ഇന്നത്തെ ശരി നാളത്തെ തെറ്റാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഇന്നത്തെ തെറ്റ് നാളെ നമുക്ക് ശരി. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കൂ, കുറെ കാലങ്ങൾക്ക് മുൻപ് നമ്മളെടുത്തൊരു തീരുമാനം നമുക്ക് അന്നത് ശരിയായിരുന്നു എന്ന തോന്നലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോഴും അന്ന് അതിനേക്കാളും ബെറ്റർ ആയിട്ട്. സോ ഇത് സ്വാഭാവികമാണെന്ന് അർത്ഥം. അപ്പൊ ഒന്നും തെറ്റുമല്ല, ഒന്നും ശരിയുമല്ല. നമുക്ക് നമ്മുടെ അറിവിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന എന്താണോ അപ്പൊ അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടികൾക്ക് ആ സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന അവർ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അവിടെ തെറ്റ് പറ്റട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അവരവിടെ ഫ്രീ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഏറ്റെടുക്കാനുള്ള ധൈര്യം അവർക്ക് കിട്ടും. അപ്പൊ ടീച്ചർ പറഞ്ഞ ടീച്ചറുടെ സജഷനാണ്, പാരന്റ്സ് പറഞ്ഞ പാരന്റ് സജഷൻ. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് നിനക്ക് ഇതിൽ ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുമ്പോൾ അവിടെ ഒരു സ്പേസ് ഓപ്പൺ ആണ്. അപ്പോ അതിലൊരു പക്ഷെ തെറ്റ് പറ്റിയാലും ആ കുട്ടി അത് തിരിച്ചറിയും, ഇതിനേക്കാൾ ബെറ്റർ ഇതായിരുന്നു. ഇല്ലെങ്കിൽ പറയുക, ആ ടീച്ചർ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത് എന്ന ഒരു അറിവിലേക്ക് പോകും എന്നാണ്. അപ്പൊ അവിടെ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൽ നിന്നും ഒരു പാഠം കുട്ടിക്ക് കിട്ടുമെന്നുള്ളത്. ഈ പഠിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. സോ ഗിവ് ദം സ്പേസ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അവർക്ക് സ്പേസ് കൊടുക്കുക. ലെറ്റ് ദം ഡു ഇറ്റ്. നമുക്ക് പിന്നെ കുറെ കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മൾ അത് പ്രോപ്പറായിട്ട് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഒരു കാര്യം സംസാരിക്കുമ്പോഴല്ലേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണേ. നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും വിചാരിക്കും, പക്ഷെ ആ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഒന്നും അങ്ങോട്ട് വരില്ല. അപ്പൊ നമ്മൾ തയ്യാറെടുക്കാത്തതിന്റെ ഒരു കുറവുകൊണ്ടായിരിക്കില്ലേ അങ്ങനെ, അല്ലേ? നമുക്കങ്ങനെ അതാണ് അഖില പറഞ്ഞ ശീലമായിട്ടുണ്ട്. ഒരു പോയിന്റ്. നമ്മൾ അവിടെ നമുക്ക് അറിയുന്ന ഒരു സ്കില്ല്, ഒരു എബിലിറ്റിയെ ഐ നോ ബെറ്റർ സിൻഡ്രോമിൽ വരുമ്പോഴാണ് എനിക്കിത് ചെയ്യാൻ പറ്റും കൂടുതൽ ഓവർ കോൺഫിഡൻസ് വരുന്നത്. ചെയ്യാൻ പറ്റും, നോക്കാം എന്ന് പറയുമ്പോൾ സിൻഡ്രോം ഇല്ല. എനിക്കിത് പറ്റും, ഒറ്റ പ്രശ്നമില്ലെന്ന് ചിന്തിക്കുന്നത് സിൻഡ്രോം വന്നത്. പകരം ആ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിൽ ഒന്ന് മാനേജ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനും പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും നമുക്ക് പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ വന്നിട്ട്, നാളെയാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാരിറ്റബിൾ സൊസൈറ്റി ഞാൻ ഓപ്പൺ ചെയ്യണ കാര്യം. ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷം ആവുന്ന നാളെയാണ്. അപ്പം വിനോദ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ നാളെ ഓപ്പൺ ചെയ്യണം വൈകിട്ട് 5 മണിക്ക്. എല്ലാരും ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ നാട്ടിലാണ്, തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന് പറയും. ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ ഞാനൊരു റൂം എടുത്ത് അത്യാവശ്യം എല്ലാം കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. നാളെ വൈകുന്നേരം ഇവിടെ നഗരസഭ ചെയർപേഴ്സണെയാണ് വിളിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തിനായിട്ട്. പിന്നെ അടുത്ത മാസം ആകുമ്പോൾ ഒരു ലൈബ്രറി കൂടി അതിന്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി നല്ല രീതിക്ക്. ഞങ്ങളുടെ പരിചയത്തിൽ ഒരു ഡോക്ടറും, അദ്ദേഹം മരിച്ചുപോയി. അപ്പം വൈഫ് പ്രൊഫസറാണ്. അപ്പം മാം ഒരു 1500 ബുക്സ് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ കളക്ഷനാണ് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി. ഞാൻ വേറെ ടെക്സ്റ്റ് വാങ്ങാൻ ഇരുന്നതായിരുന്നു. അപ്പം ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പം ഇങ്ങനെ ഒരു ചാൻസ് വന്നു, ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു. അപ്പം ജനുവരി 8-ാം തീയതി അവരത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ദിവസം നമ്മളത് വെച്ചിട്ട് ലൈബ്രറി ഓപ്പൺ ചെയ്യും. അതിന് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നാളത്തെ കാര്യത്തിലേക്ക്. ഞാൻ ബ്രോഷർ അതിൽ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഓക്കെ, ഗ്രേറ്റ്. നല്ലൊരു വാർത്തയാണല്ലേ. ഓരോരുത്തർ പുതിയ പുതിയ സംരംഭങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും കൂടി ആകുമ്പോൾ ഇറ്റ്സ് ഗ്രേറ്റ്. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. എന്തായാലും ഇന്നത്തെ പ്രാർത്ഥന എല്ലാവരും ഉൾപ്പെടുത്തുക. അതിലൂടെ ഈ ഒരു കാര്യം വളരെ ഭംഗിയായി അത് ഒരുപാട് വ്യക്തികളിലേക്ക് അവർക്കൊരു കൂട്ടായി മാറട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗ്രേറ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു അഖില മാം, താങ്ക് യു സോ മച്ച്. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ പേര് വിളിക്കണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രക്ഷിത. ഞാൻ ഗുഡ് മോർണിംഗ്. കുറച്ച് വൈകിട്ടാണ് കേട്ടത്, കാരണം ഇപ്പൊ ലേറ്റാണ് പള്ളി ഇറങ്ങുമ്പോ.
ഏതായാലും നല്ല ക്ലാസ്സിൽ നല്ലൊരു പോയിന്റാണ് മാം പറഞ്ഞത്. നമ്മളെ കപ്പ് നിറഞ്ഞിട്ടില്ല എന്ന് എപ്പോഴും ഓർമ്മിക്കുക എന്നുള്ളത്. നല്ലൊരു അഖില മാം, നല്ലൊരു പരിപാടി. ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. സമൂഹത്തിന് നമ്മൾ സേവിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു മനസ്സിന് വലിയൊരു കുളിർമ കിട്ടുന്ന സംഭവമാണ്. ഞാൻ സ്വയം അനുഭവിക്കുന്നതുകൊണ്ട് പറയുക. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബഷീർക്ക, താങ്ക് യു സോ മച്ച്. Okay. Okay, Bashir sir, thank you so much. Sheila ma'am. Okay, good morning to all. ഗുഡ് മോർണിംഗ്. പ്രവീണ മാം, സൂപ്പർ. തീർച്ചയായിട്ടും ഒരു ഏരിയയിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ടീച്ചർമാരൊക്കെ ഒരു 10-30 വർഷത്തെ സർവീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ചെന്ന് നമ്മളൊരു കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പം ദേഷ്യം വരുന്നത് ചിലപ്പോൾ മാമി പറഞ്ഞ സിൻഡ്രോം കൊണ്ടാണോ എന്ന് ഞാനിപ്പം സ്വയം വിലയിരുത്തുവാണ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു പോകും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഇടയ്ക്ക് ടോളറൻസ് നഷ്ടപ്പെടാറുണ്ട്. അപ്പം ഈ ക്ലാസ് വളരെ ഉപകാരമായി, ഒന്നുകൂടെ ഒരു തിരിച്ചറിവിലേക്ക്. കാരണം കുട്ടികളെ നമ്മൾ കേൾക്കുകയും നമുക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് പറഞ്ഞാലും ആ പഴയ അറിവായിരിക്കത്തില്ല ഇപ്പോഴത്തെ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ. അപ്പം കുറച്ചുകൂടെ സ്വയം മനസ്സിലാക്കുകയും കുട്ടികളെ നന്നായിട്ട് ലിസൺ ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്നുള്ള ആ ഒരു, പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പം പ്രശ്നങ്ങളൊക്കെ ഒത്തിരി സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി മാം. താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ഷീല മാം, താങ്ക് യു ഫോർ ഷെയറിംഗ്. മാം പറഞ്ഞത് കേട്ടോ, പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ തീർച്ചയായിട്ടും ഒരു കുറേ കാലത്തെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ കുട്ടികൾ പറയുന്നതിലേക്ക് കേൾക്കാൻ ഒരു മാനസികാവസ്ഥയിലേക്ക് മാനസികം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഐ നോ ബെറ്റർ സിൻഡ്രോം വന്നു എന്നർത്ഥം. പകരം അവരവിടെ ഒരു ബഹളം വെക്കുമ്പോൾ എന്താണ് ആ ബഹളം വെക്കാനുള്ള കാരണം എന്ന് അവരെ ലിസൺ ചെയ്യാനും അവരെ ശ്രദ്ധിക്കാനും ഒബ്സർവ് ചെയ്യാനും എന്ന തിങ്കിങ് പാറ്റേൺ നിന്ന് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ, നമുക്ക് ദേഷ്യം പലപ്പോഴും വരുന്നത്. തീർച്ചയായിട്ടും ഷീല മാം പറഞ്ഞതുപോലെ അവരെ മനസ്സിലാക്കണം, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നും അവർക്കും മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുമ്പോൾ ഈ സിൻഡ്രോം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും അത്തരത്തിലൊരു ചിന്തയിലേക്ക് ഷീല മാമിനെ എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് ഷെയർ ചെയ്യലും ഒരുപാട് നന്ദി. താങ്ക് യു മാം. Okay, thank you Sheila ma'am, thank you so much. Saif sir. Good morning teacher. Thank you. ഗുഡ് മോർണിംഗ്. പ്രവീണ മാം, സെഷൻസ് ഒന്നും കേട്ടിട്ടില്ല, എന്നാലും ബെറ്റർ സിൻഡ്രോം എന്നുള്ള സബ്ജക്റ്റ് ആണ് എടുത്തതെന്ന് മനസ്സിലായി. ഫീഡ്ബാക്കിൽ നിന്നും നല്ല സെഷനാണെന്ന് മനസ്സിലായി. അഖില മാം, സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് അല്ലേ. ഒരു 6 മാസം മുമ്പാണ് അഖില മാം ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. ഡ്രീം മാപ്പിങ്ങിന്റെ ഒരു കോഴ്സിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അന്ന് നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നടക്കും ഈ ഡേറ്റിന് എന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ച കാര്യങ്ങൾ ഫിക്സ് ചെയ്ത സമയത്ത് നടന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ എടുക്കുന്ന പോലെയാണ്. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനത്തും ഷുവറാണ്. ഓക്കെ, അത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ബാക്കിയുള്ള പിന്നെ തീരുമാനിക്കുക. ഇനി എത്തുന്നില്ലെങ്കിലോ ഫ്ലിപ്കാർട്ടിന്റെ പ്രശ്നമല്ല, നമ്മളെ പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മൾ കൊടുത്ത അഡ്രസ്സ് തെറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ എത്തുന്നില്ലെങ്കിൽ നമ്മളെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓർഡർ കൊടുത്ത സാധനം നമുക്ക് കിട്ടുന്നുള്ളത് പോലെ അഖില മാം അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വർഷങ്ങളായിട്ട് പങ്കെടുത്തു എന്നുള്ളതല്ല, നമ്മൾ പങ്കെടുത്തിട്ട് എന്ത് ചേഞ്ചസ് കൊണ്ടുവന്നുള്ളതാണ് ഇതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേകം കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. തിരക്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലീവ് ചെയ്യാം. ഞാനൊരു 1-2 കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രവീണ മാം, യു ക്യാൻ ഓൾസോ ലീവ്. ഓക്കെ, 2 കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണ് സോഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. ആ സോഷ്യൽ ഗോളിന്റെ ഭാഗമായിട്ടാണ് അഖില മാം ചെയ്യുന്നത്. അതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യലി നമുക്ക് സഹായിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഒരു പരിധി വരെ കുറെ ആളുകൾ ഉണ്ടാവും. അതേപോലെയുള്ള ചാരിറ്റിയാണ് മെന്റലി നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബി മാജിക് നമ്മൾ ഫ്രീ ആക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് തന്നെ അതൊരു ചുമ്മാ ഫ്രീ ആക്കുന്ന രീതിയിലേക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫ്രീ ആക്കുന്ന രീതിയിലേക്കാണ്. ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിലുള്ള എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് പകരം അതിനൊരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ വളരെ കറക്റ്റ് ആയിട്ട് ഇത്ര പ്രസൻസ് അവർ വരുന്നില്ലെങ്കിൽ
നമ്മൾ പറയുന്ന ഗ്രൂപ്പ് പോളിസികൾ ആക്റ്റീവ് ആവുന്നില്ലെങ്കിൽ ഒക്കെ നമ്മൾ അവരെ റിമൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒരു ഇതുണ്ടാക്കുന്നത്. അങ്ങനെ റിമൂവ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇത്ര സമയത്തേക്ക് പിന്നെ എടുക്കില്ല. അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു ഡെയിലി ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആവശ്യമുണ്ട്. അപ്പൊ അത് ആളുകൾ താല്പര്യമുള്ള ആളുകളെ അറിയിക്കുക. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം മറ്റൊരാളെ വിജയിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരാൾക്ക് വേണ്ടി കൈയടിക്കാൻ ആര് തയ്യാറാവുന്നു അവരെപ്പോ ഈ ലൈഫിൽ സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറി. നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് മൈൻഡ് വേൾഡിന്റെ സെഷൻസ് ഒക്കെ ആവുന്ന സമയത്ത് പങ്കെടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം, അവിടെ സെൻസായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലീഡർ ആണെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. ബഷീർ സാർ താങ്ക് യു. നമ്മൾ ലീഡർ ആണെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. ഒരു ലീഡർ ആകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ നല്ലൊരു ലീഡർ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ഗൃഹനാഥനായിരിക്കും, നമ്മൾ നല്ലൊരു ഭർത്താവായിരിക്കും, നമ്മൾ നല്ലൊരു അച്ഛനായിരിക്കും, നമ്മൾ നല്ലൊരു ജ്യേഷ്ഠനായിരിക്കും, നമ്മൾ നല്ലൊരു ഓൺട്രപ്രണർ ആയിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ലൈഫിൽ ഷാഫിൻ സ്പേസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്ത അന്ന് മുതലാണ് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായത്. അതുവരെ ഞാൻ മൈക്ക് പോലും പിടിക്കാത്ത ഒരാളായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മൈക്ക് പിടിക്കുന്നതും സ്വാഗതം പറയുന്നതൊക്കെ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ, മദ്രസ കാലഘട്ടത്തിന് ശേഷം. അപ്പൊ അവിടെ എനിക്കുണ്ടായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കമ്മിറ്റഡ് ആയി കഴിയുമ്പോൾ വേറെ ആളുകളോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരോടും 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 7 മണി വരെ കിടന്നുറങ്ങാൻ പറ്റില്ല. പറ്റുമോ? എല്ലാവരോടും 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 7 മണി വരെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? അറിയാതെ എന്നെ ലോക്ക് ചെയ്യും. നമ്മൾ അറിയാതെ ലോക്ക് ആവും. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്നെ തന്നെ അറിയാതെ ഞാൻ ലോക്ക് ചെയ്യും. ഞാൻ അങ്ങനത്തെ പോവുകയാണെങ്കിൽ ഞാനും കോമൺലി ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ട്രെയിനേഴ്സ് ആണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാണ്. മടി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും വരാം, എനിക്കും വരാം. അപ്പൊ ഞാനും മടിയനായി പോകും. അപ്പൊ ടാബ്ലറ്റ് ടോക്കൊക്കെ ഞാൻ നിർത്താത്തതിൻ്റെ ഒരു കാരണം, എത്ര കുറഞ്ഞ ആളുകളെ കൊണ്ടെടുക്കാൻ ഞാൻ എണീക്കും, അല്ലെങ്കിൽ ടാബ്ലറ്റ് ടോക്ക് ഇല്ലെങ്കിൽ ഞാനും എണീക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. ബി മാജിക്കിനെ നിങ്ങളൊരു കാര്യങ്ങൾ ഏറ്റെടുത്ത് നോക്കൂ. നമ്മൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യല്ലാത്ത നിവൃത്തിയില്ലെങ്കിൽ അയാൾക്ക് ഇത് ഇപ്പോ അമ്പലത്തിലെ പൂജ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് രാവിലെ എന്തായി കഴിഞ്ഞാലും ചെയ്തേ പറ്റുള്ളൂ. പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പോകുന്ന ആള്, അല്ലെ, റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ, ഇങ്ങനത്തെ ഓരോ ആളുകൾ നിങ്ങൾ ഏറ്റെടുത്ത് കമ്മിറ്റ് ചെയ്ത കാര്യം, നിങ്ങൾ ഓഫീസിലേക്ക് 9:30 എത്തണം. 9:30 എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങും. ഫ്രീ ആണെങ്കിൽ 10 മണിക്ക് ഞായറാഴ്ച 11 മണി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ കമ്മിറ്റഡ് ആകുമ്പോഴാണ് നമ്മളത് ചെയ്യുക. അപ്പം ബഷീർ സാർ റെഡിയാണ്. അതേപോലെ ഒരു 8-10 ആളുകൾ നമുക്ക് വേണം. പിന്നെ പുതിയ ആളുകൾ വരും, അതിന് നമ്മൾ അവരെ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇനി അതിൽ തന്നെ പല പല കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് അറിയാം, അയാൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കാം. വേറെ ആൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാം, ഫിനാൻസിന്റെ ക്ലാസ്സുകൾ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അതെന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യിപ്പിക്കും. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് വേണം. അതേപോലെ തന്നെ അത് ഫ്രീ ആണ് എന്നുള്ളതിന്റെ പോസ്റ്ററും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഫ്രീ ആണ്, ബട്ട് അത് അങ്ങനെ ഫ്രീ അല്ല. ഫ്രീ ആണ്, പക്ഷെ ആ കമ്മ്യൂണിറ്റി പോളിസി പാലിക്കാത്ത ആളുകൾ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു SOP, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ ഉണ്ടാക്കും. വരുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരാരെ വിളിക്കണം, അവർക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ അതിന്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു നിബന്ധന എന്ന് പറഞ്ഞതാണ്, ബി മാജിക്കിന്റെ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി കീപ്പ് ചെയ്യാത്തവരെ ഒഴിവാക്കാൻ പറ്റും. പണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പൈസ മേടിക്കുന്ന സമയത്തായതുകൊണ്ട് അവർ പൈസ എന്ന ആളുകളല്ല, അവർ ഒഴിവാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർ ചിലപ്പോൾ ചോദിക്കും ഞങ്ങൾ പൈസ എന്നിട്ടല്ലേ. ഇനി നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഒഴിവാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, നമ്മൾ പേയ്മെന്റ് ഒന്നും മേടിക്കുന്നില്ല. ഒഴിവാക്കാൻ കാരണം എന്താണ്, പോളിസി നിങ്ങൾ അംഗീകരിച്ചില്ല, പോളിസിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത്, പോളിസി അംഗീകരിച്ച ഏതൊരു സംഘടന നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഇവിടുത്തെ പോളിസി അംഗീകരിക്കാൻ തയ്യാറുള്ള ആളുകളായിരിക്കും നമ്മൾ ഒരു ഗൂഗിൾ ഫോം ഒക്കെ വെച്ച് ഇതിലേക്ക് എടുക്കുക. അല്ലാത്തവർ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഹെൽപ്പ് വേണം. അപ്പൊ നിങ്ങളെല്ലാ ആളുകളും, ഇപ്പൊ മണിസാർക്കാണെങ്കിലും ബഷീർ കാർക്കാണെങ്കിലും വിൻസെന്റ് സാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും പറ്റും, ഷീല മാമിനാണെങ്കിലും ഒക്കെ പറ്റും. നിങ്ങളെല്ലാ ആളുകളും ഒരു ലീഡർഷിപ്പ്, അതിലേക്കുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതൊരു നിങ്ങളുടെ കമ്മിറ്റ്മെന്റും കൂടെ ആക്കിയെടുക്കുക. ഓക്കെ, നമ്മളിതിന്റെ ഫിനാൻസ് ഭാഗങ്ങളും ഇതിന്റെ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഭാഗങ്ങൾക്ക് സപ്പോർട്ടിങ്ങും തയ്യാറാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ സപ്പോർട്ട് വേണം. അപ്പൊ അതൊരു ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് ഫിനാൻഷ്യലി ഫ്രീ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണേണ്ട നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈ കൾച്ചർ പാലിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ളതാണ് കമ്മ്യൂണിറ്റി. അതിലില്ലാത്ത ആളുകൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറയും, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത്ര ദിവസം ഇപ്പൊ ഒരാൾ ജോയിൻ ചെയ്യാണ്, അപ്പൊ അയാൾ ജോയിൻ ചെയ്യുമ്പോൾ എക്സാമ്പിൾ പറയാണ്,
അയാൾ ഇതുവരെ 8 മണിക്ക് എണീക്കുന്ന ആൾ നാളെ മുതൽ 5 മണിക്ക് എണീക്കണം നമ്മൾ പറയില്ല. പക്ഷെ നമ്മൾ അവരോട് പറയും ഈ ഒരു വീക്കിൽ നിങ്ങൾ എത്ര ദിവസം ഏത് സമയത്ത് എണീക്കും. അയാൾ 6 മണിക്കാണ് എണീക്കുന്നത്, അയാൾ പറഞ്ഞാൽ 6 മണിക്ക് എണീക്കണം. 5:30 എണീക്കുക എന്ന് പറഞ്ഞാൽ 5:30 എണീറ്റിട്ട് മെസ്സേജ് അയക്കണം. അങ്ങനെ എന്നേക്ക് അയക്ക് റെഡി ആവാൻ പറ്റും. അങ്ങനെ ആ കമ്മ്യൂണിറ്റിന്റെ സംഭവങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കും. പിന്നെ അവർ വരുമ്പോൾ ഒഴിവാക്കുന്ന ആളുകൾ എടുക്കുന്നതും എടുക്കാത്തതും നമ്മൾ പോളിസി വെക്കും. ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം അവർ എടുക്കുള്ളൂ. ഇന്ന കാര്യം ചെയ്ത ആളുകൾ നമ്മൾ എടുക്കില്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകളല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും, ജെൻസ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങൾ അത്തരത്തിലേക്കൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ശരിയാണോ? ക്ലിയർ ആണോ? സോ താങ്ക് യു ഓൾ. ഇത് പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അഖില മാമിന്റെ ആ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ആ ഒരു വലിയ ഇനീഷ്യേറ്റീവിന്, വലിയൊരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറട്ടെ. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഓൾ. യെസ് സർ. ഓക്കെ, താങ്ക് യു സർ. അപ്പം സാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ബിമാജിക് ആക്കിയ കാര്യങ്ങൾ നിങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം നിർബന്ധമായിട്ടും എല്ലാവരും ഫില്ല് ചെയ്യണേ. ദെൻ നമുക്ക് എന്നാ ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Okay, thank you all. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഹലോ. ഓക്കെ, ഇന്നത്തെ സെഷൻ എടുത്ത പ്രവീണ മാമിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ഓൾ. Thank you all.